കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹലോ ഹോപ്പിൻ്റെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 190ാമത്തെ ടെലികാസ്റ്റിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇതുവരെയും ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഐക്കര കുര്യാച്ചൻ എന്ന ദേവദാസനെക്കുറിച്ചും ദേവദാസൻ്റെ ആത്മീക ഗാനങ്ങളെക്കുറിച്ചും അത് എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ആയിരിക്കുന്നത് ബ്രദർ ജോയ് കുര്യൻ ഐക്കര, ബ്രദർ ജേസൺ ജേക്കബ്, ബ്രദർ ലിജോ മാത്യു ജോർജ്, പ്രിയമകൻ ജേക്കബ് എസ് തോമസ്, പ്രിയമകൻ അലൻ പോൾ ബേബി എന്നിവരാണ്. ഇതൊരു ആത്മീക ശുശ്രൂഷ ആയതിനാൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഈ മഹാമാരിയുടെ നടുവിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവെ അവിടുത്തെ വിസ്തൃതമായ ചെറുകടിയിൽ അവിടെ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനോ കർത്താവെ അവിടുത്തെ നാമം ഞങ്ങൾ നാമേലെടുക്കുവാനോ ഞങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയോ പദവിയോ അർഹതയോ ഇല്ലാതെ ഞങ്ങൾ കിടന്നിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കർത്താവെ അവിടെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. അവിടുത്തെ സ്നേഹത്താലും അവിടുത്തെ കൃപയെല്ലാം കർത്താവെ അവിടെ ഞങ്ങളെ നിലനിർത്തിയല്ലോ, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുന്ന കർത്താവെ. ഞങ്ങളെ താണക്കുഴിയിലും കൊഴിഞ്ഞച്ചേലും കിടന്നിരുന്നുള്ള കർത്താവെ, എന്നാൽ അതിൽ നിന്ന് ഞങ്ങളെ കരയേറ്റ് ഞങ്ങളെ കാലുകളെ ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറമേൽ നിർത്തി ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കി ഞങ്ങളുടെ വായിൽ പുതിയൊരു പാടുത്തരുവാൻ അവിടെ ഞങ്ങൾ പ്രശാന്തി വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ്, ഞങ്ങൾക്ക് അസങ്കീർത്തനക്കാരൻ ദാവീദിനോട് ചേർന്ന് ഓർക്കുവാനായിട്ടുള്ളത്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശ്രാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ളതാണല്ലോ കർത്താവെ. അവിടെ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരെ കർത്താവിന് സന്നിധിയിലായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കാൻ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഹലോ ഹോപ്പിൻ്റെ ഒരു പ്രോഗ്രാമായി കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും കർത്താവിന് സന്നിധിയിലായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചുള്ള അതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യം മുതൽ കർത്താവെ അവിടുത്തെ കൃപ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഏറെ കൃപ അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആദ്യോട് അന്തം വരെയും കർത്താവെ അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ടായിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കട്ടെ, ഏറെ കൃപ അവിടെ ഞങ്ങൾ നിറക്കണമേ, അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലമാനവും ബോധം കർത്താവിൻ സന്നിധിയിൽ താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. സകലവും ഞങ്ങൾക്ക് ജീവിച്ച യേശു കർത്താവിൻ്റെ വിലയേറെ നാമത്തിൽ തന്നെ, ആമേൻ. 100ാം സങ്കീർത്തനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ പാട്ടിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ദൈവജനത്തിൻ്റെ ആത്മീക അഭിവൃദ്ധിക്കും ആശ്വാസത്തിനും ഉതകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീയ ഗീതങ്ങൾ. നീറുന്ന മനസ്സിന് സാന്ത്വനവും ആകുല മനസ്സിന് ആശ്വാസവും ആത്മീയ ഗീതങ്ങൾ നമുക്ക് നൽകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം പാട്ടിന് വളരെയധികം സ്ഥാനം നൽകുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ മാത്രമല്ല, സന്താപത്തിൻ്റെ സമയങ്ങളിൽ നാം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ചെങ്കടലിൽ അത്ഭുതമാർന്ന വിടുതൽ അനുഭവിച്ച ദൈവജനം പാടി നൃത്തം ചെയ്തതെ നാം കാണുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് രക്ഷകന് വീരഗാഥകൾ രചിച്ച് സുവിശേഷ പോർക്കളത്തിലെ ഓട്ടം പൂർത്തിയാക്കി നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഐക്കര കുര്യാച്ചൻ എന്ന ദേവദാസൻ്റെ ജീവിത സ്മരണകളും ദേവദാസൻ്റെ ഗാനസമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഗാനങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി സഹോദരൻ ജേസൺ ജേക്കബിനെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ഏറ്റവും സഹായിക്കുമാറാകട്ടെ. ആശ്വാസവും പ്രത്യാശയും നൽകുന്ന അനുഗ്രഹീതങ്ങളായ ഗാനങ്ങളുടെ പശ്ചാത്തലവും ആ ഗാനങ്ങൾ എഴുതിയ ദേവദാസന്മാരെ കുറിച്ചുള്ള സ്മരണകൾ നിറഞ്ഞ ഹലോ ഹോപ്പിന്റെ പാട്ടുകളുടെ പിന്നാമ്പുറങ്ങൾ എന്ന അടുത്ത ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നല്ലോ ടൈറ്റാനിക്. മഞ്ഞുപാളിയിൽ മുത്തമിട്ടുകൊണ്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട ആ കപ്പലിന്റെ മുകൾ തട്ടിൽ കയറിക്കൊണ്ട് ചില ക്രിസ്തു ഭക്തന്മാർ
ഒരത്യുച്ചത്തിൽ ഇങ്ങനെ പാടി, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ജീവിതത്തിൽ മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങളിൽ ആ ഭക്തരായ മനുഷ്യർ പാടിയത് ഇങ്ങനെയാണല്ലോ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. കഴിഞ്ഞകാല ഭക്തന്മാരൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഈശാന മൂലയിലേക്ക് അടിച്ചപ്പോൾ അവർ കണ്ണുകളെ ഉയർത്തിയത് ആ നിത്യ തുറമുഖമായ സിയോനിലേക്കായിരുന്നല്ലോ. അവിടെ നിന്ന് ലഭിച്ച ആശ്വാസത്തിന്റെ ദൂതുകൾ, അത് വരികളായി, ആ വരികൾ പിന്നീട് ഗാനങ്ങളായി, ആ ഗാനങ്ങളൊക്കെ നാം ഇന്ന് പാടി ആശ്വസിക്കുന്ന അനേക ആശ്വാസ കീർത്തനങ്ങളായി മാറി. ഇന്നും അങ്ങനെയുള്ള അനവധി പ്രത്യാശ ഗാനങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായ ഒരു ദേവദാസന്റെ ജീവിതത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. ഒരായുസ് മുഴുവൻ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ ദേവദാസനായിരുന്നു ഐക്കര കുര്യാച്ചൻ എന്ന ഐക്യ കുര്യൻ അപ്പച്ചൻ. തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്നും എഴുതിയ ഗാനങ്ങളെ കുറിച്ചും ഒക്കെ ഇന്ന് ആധികാരികമായിട്ട് നമ്മോട് പറയുവാനായിട്ട് ഒരു ദേവദാസൻ കടന്നു വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, പ്രിയ വാത്സല്യ ദേവദാസന്റെ ഇളയ മകൻ ബ്രദർ ജോയ് ഐക്കര കുര്യൻ അങ്കിളാണ്. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ജോയിങ്കളിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ജോയിങ്കിൾ, ഒത്തിരി സന്തോഷമുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ. സുവിശേഷത്തിന് വേണ്ടി ഒരു വലിയ വില കൊടുത്ത ഒരു ദേവദാസന്റെ മകനാണല്ലോ അങ്ങ്. ഒരു ദേവദാസനെ വലിയവനായ ദൈവം സുവിശേഷത്തിന് വേണ്ടി എപ്രകാരം ഉപയോഗിച്ചു, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വ്യാപനത്തിനായി എപ്രകാരം എടുത്ത് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നന്നായി അറിയാം. അല്ലെങ്കിൽ ആ വാത്സല്യ പിതാവിനെ കുറിച്ചുള്ള അനവധി ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ട്. അവയെല്ലാം കേൾക്കുവാനായിട്ട് ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. വളരെ ചുരുക്കമായിട്ട് പ്രിയ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്കായിട്ട് ഒന്ന് പങ്കുവെക്കാമോ? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ ശുശ്രൂഷയായിരിക്കുന്ന ഹലോ ഹോപ്പ് പാട്ടുകളുടെ പിന്നാമ്പുറം എന്ന ഈ സംഗീത യാത്രയുടെ 189 എപ്പിസോഡിൽ എനിക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ തൊക്കൊണ്ടും ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം അതിനുള്ളതായ മുഖാന്തരം ഒരുക്കിത്തന്ന, അതിനുള്ള അവസരം ഒരുക്കിത്തന്ന പ്രിയ ബ്രദർ ജെയ്സൺ ജേക്കബിനും സഹപ്രവർത്തകർക്കും എന്റെ നന്ദിയായി തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ എപ്പിസോഡിലേക്ക് തിരഞ്ഞെടുത്തായ 3 അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ എഴുതിയത്, എന്റെ രചയിതാവ് എന്റെ പിതാവായ ഐക്യ കുര്യൻ ഐക്യര മലയിൽ എന്ന ഭക്തനാണ് എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിതാവ് പല ഗാനങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ പ്രശസ്തി ആർജിച്ചതായ, ഇന്ന് ലോകമൊട്ടുക്കുള്ള ക്രൈസ്തവർ പാടുന്നതായ 2 ഗാനങ്ങളാണ്. ഒന്ന് ദൈവത്തിന് സ്തോത്രവും, 2 വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നുള്ളത്. വളരെ ആത്മീയ അനുഭവത്തിൽ നിന്നും തന്റെ സ്വന്തം ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ പലവിധമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഇല്ലായ്മയുടെയും സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഗാനങ്ങളായിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് ഈ ഗാനങ്ങളെല്ലാം. എന്റെ പിതാവിനെ കുറിച്ചുള്ള അല്പമായ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ, അതായത് മധ്യ തിരുവിതാംകൂർ കൂടി ഒഴുകുന്നതായ കേരളത്തിന്റെ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കാവുന്ന പമ്പാ നദിയുടെ തീരത്ത് ഏതാണ്ട് 4 കിലോമീറ്ററിനുള്ളിൽ പടർന്നു കിടക്കുന്ന 4 അനുഗ്രഹിക്കപ്പെട്ട പ്രശസ്തിയായി ആർജിച്ച ഗ്രാമങ്ങളുണ്ട്. അതിലൊന്ന് മാരാമൺ. മാരാമൺ കൺവെൻഷൻ 126 വർഷത്തെ പഴക്കമുള്ള മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയാറിന്റെ മണൽപ്പുറത്താണ്. അതുപോലെ തന്നെ അനേകം നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗ്രാമമാണ് മാരാമൺ. മാരാമണിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ താഴോട്ട് പോകുമ്പോൾ അവിടെ പമ്പയാറിന്റെ തീരത്ത് തന്നെ പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെയാണ് ഇന്ന്
പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത്. അങ്ങനെ വളരെ പാരമ്പര്യമുള്ളതായ ആറന്മുള ഗ്രാമത്തിന് തൊട്ടടുത്ത് ഉരുമിക്കിടക്കുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമമാണ് ഇടയാറന്മുള. ഇടയാറന്മുള എന്ന് പറയുമ്പോൾ ഏത് ക്രൈസ്തവന്റെയും മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന്, വേദജ്ഞാനിയും ദിവ്യ ജ്ഞാനത്തിനുടമയും മഹാകവിയും അതുപോലെ ഇക്കാലം വരെയും തുല്യം വെക്കുവാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല, മഹാകവി കെ വി സൈമൺ സാർ. ഏതു മനുഷ്യനെയും സ്വാതന്ത്ര്യപ്പെടുത്താൻ പര്യാപ്തമായ ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളതായ ലാളിത്യവും ആശ്വാസപ്രദവുമായ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ഗാനങ്ങൾ ക്രൈസ്തവ ജനതയ്ക്ക് സമ്മാനിച്ച സാധു മൂത്താപ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി. അങ്ങനെ രണ്ട് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് ഇടയാറന്മുള. ഇടയാറന്മുളയ്ക്ക് തൊട്ട അക്കരെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് പോലെ പൂവത്തൂർ എന്ന പ്രശസ്തമായ പൂവത്തൂർ ഉണർവിന് സാക്ഷ്യം വഹിച്ച പൂവത്തൂർ ഗ്രാമം. എന്റെ പിതാവിന്റെ ജന്മസ്ഥലം പൂവത്തൂരാണെന്ന് പറയുവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. 1907 ഐക്യരമലയിൽ കുര്യന്റെയും ശോശാമ കുര്യന്റെയും 3 ആൺമക്കൾ ഇളയ മകനായിട്ട് ജനിപ്പാൻ തക്കോണം ദൈവം ഭാഗ്യം കൊടുത്തു. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടതിനാൽ തന്റെ ബാല്യം കൗമാരം കഴിഞ്ഞ് വഷളായ കൂട്ടുകെട്ട് മൂലം കഞ്ചാവിനും മദ്യത്തിനും അടിമയായിട്ട് ദേശത്തുള്ളതായ വഷളന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ ഇരിക്കവേ 1920കളിലെ പൂവത്തൂർ ഉണർവിന് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ പോയി അലങ്കോലപ്പെടുത്തുവാൻ കൂട്ടുകാരുമൊത്ത് പോയിരുന്നു. അന്ന് പന്തലിന്റെ ഒരു സൈഡ് ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ ആത്മാവിൽ അവിടെ നിന്ന് എന്റെ പിതാവിന്റെ പേര് ചൊല്ലി പ്രവചിച്ചു. തന്റെ ജീവിതത്തിലെ ഇന്നയോളം നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തന്നോട് പ്രവചിച്ചു പറഞ്ഞു. വെളിയിൽ നിന്ന് ആ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പിതാവിൽ ഇടപെടുവാൻ തക്കോണം ഇടയായി. തുടർന്ന് ചില മാസങ്ങൾക്ക് ശേഷം അന്ന് പൂവത്തൂർ ഉണർവിന് ചുക്കാൻ പിടിച്ചതായ പാസ്റ്റർ പൊടിമല മത്തായിപ്പച്ചൻ എന്നറിയപ്പെടുന്നതായ ശ്രേഷ്ഠ ദൈവദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനും ദൈവസഭയോട് ചേർന്ന് ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിപ്പാൻ തക്കോണം ദൈവം ഭാഗ്യം കൊടുത്തു. ബഹുമാനപ്പെട്ട പാസ്റ്റർ പൊടിമല മത്തായിപ്പച്ചൻ എന്ന് പറയുന്നത് ICPFന്റെ ഫൗണ്ടറായിരിക്കുന്നതായ പ്രൊഫസർ മാത്യു പി തോമസ് അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നതായ കൊച്ചു ബേബിച്ചായന്റെ വല്യപ്പച്ചൻ ആണെന്നുകൂടി ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ലോകത്തിന്റെ പിന്നാലെ കൂട്ടുകെട്ടി വഷളനായി നടന്ന എന്റെ പിതാവിന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും തുടർന്ന് ഉള്ള നാളുകളിൽ കർത്താവ് ശക്തമായി തന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാൻ തക്കണം ഇടയായി. തൊട്ടടുത്ത അയൽ ഗ്രാമമായ ഇടയാറന്മുളയിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള കെ വി സൈമൺ സാറിനോടും സാധു കൊച്ചുകുഞ്ഞുപദേശിയോടും ഉള്ളതായ ആ സൗഹൃദം തന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. തന്മൂലം തനിക്കും ഗാനങ്ങൾ എഴുതുവാനുള്ളതായ ഒരു പ്രചോദനമുണ്ടായി. ദൈവം അതിന് ആഗ്രഹപ്രകാരം ദൈവകൃപയും കൊടുത്തു. ആദ്യമായി അപ്പച്ചൻ എഴുതിയതായ ഗാനമാണ് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ ഗാനമാണ് ഇവിടെ ഒന്നാമത് ചേർത്തിരിക്കുന്നത്. ആ പാട്ട് എഴുതി പൂർത്തീകരിച്ചപ്പോൾ തന്നെ ആദ്യം അപ്പച്ചൻ കൊണ്ട് കാണിക്കുന്നത് മഹാകവി കെ വി സൈമൺ സാറിന്റെ അടുക്കലാണ്. ആ എഴുതിയ പേപ്പർ കൊണ്ടുവന്ന് സാറിന്റെ കരങ്ങളിൽ കൊടുത്തു. സാർ അത് എടുത്ത് വായിച്ചു നോക്കി, തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, താലന്ത് ദൈവം തന്നിട്ടുണ്ട്, ഇത് തുടരണമെന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കാണ് പിൽക്കാലത്ത് അനേക ഗാനങ്ങൾ എഴുതുവാൻ തക്കോണം കർത്താവ് ഇടയാക്കിയത്. നല്ലൊരു പ്രചോദനം നൽകുന്നതായ വാക്കാണ് സാർ മഹാകവി കെ വി സൈമൺ സാർ എന്റെ പിതാവിന് കൊടുത്തത്. അങ്ങനെയുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുമായിട്ടുള്ളതായ ആ സഹകരണവും ആണ് എന്റെ പിതാവിന് വളരെ അനുഗ്രഹമായി തീർന്നത്. ഇന്ത്യയുടെ അപ്പോസ്തലൻ നിന്ന് പെന്തക്കോസ്ത് ലോകത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കെ എബ്രഹാം സാർ അഥവാ സാറപ്പച്ചൻ എന്നറിയപ്പെടുന്ന ബഹുമാന്യ സാറിന്റെ അടുത്ത ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു 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 പിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ ഇടപഴകുവാൻ തക്കൊണ്ട് എന്റെ പിതാവിന് സാധിച്ചു.
എൻ്റെ പിതാവ് ഒരു ഹാർമോണിസ്റ്റ്, നല്ലൊരു ഹാർമോണിസ്റ്റ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ എബ്രോൻപുരത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ചില വർഷങ്ങൾ അവിടെ സ്റ്റേജിൽ ഹാർമോണിയം വായിച്ച് പാട്ട് പാടുവാനൊക്കെ കൊണ്ട് ഇടയായിട്ടുണ്ട്. പിതാവ് പാട്ട് എഴുതുക മാത്രമല്ല, പാട്ട് പാടുവാനും ദൈവം താലന്തുകൾ കൊടുത്തിരുന്നു. അങ്ങനെ തുടർന്നുള്ള നാളുകളിൽ ആത്മീയ കോളത്തിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാരുമായിട്ട് ഇടപഴകുവാൻ തക്കോണം സാധിച്ചതാണ് വലിയൊരു അനുഗ്രഹമായി തീർന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നതിന് ശേഷം എൻ്റെ പിതാവ് വിവാഹിതനായ ശേഷം ദൈവം മക്കളെ കൊടുത്തു. ആ വിവാഹിതൻ ആകുന്ന സമയത്ത് വേറൊരു ചെറിയ തൊഴിലുണ്ടായിരുന്നു, തയ്യൽ ജോലിയായിരുന്നു. നമ്മൾക്കറിയാം, ആ കാലങ്ങളിലൊക്കെ ഒരു ഭവനത്തില് ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ആണായാലും പെണ്ണായാലും അമ്മച്ചിയായാലും അപ്പച്ചനായാലും കാണത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു ജോഡി തയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജോഡിയുള്ളത് കൊടുത്തയക്കാൻ പറ്റത്തില്ല. അപ്പൊ നേരിട്ട് അളവെടുക്കാൻ ചെല്ലണം. അങ്ങനെ ആ ഒരു സാഹചര്യം തന്റെ ആത്മീയമായ ജീവിതത്തിന് തടസ്സമാകുമോ ആണോ എന്നുള്ള ചില ചിന്തകളൊക്കെ വന്നുകൊണ്ട് ആ തൊഴിൽ വിടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കവേ എന്റെ പിതാവിന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബൈബിൾ ബൈൻഡിങ് കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു, കുര്യച്ച, ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. കുര്യച്ചൻ ഈ ബൈൻഡിങ് കട എടുത്ത് നടത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഒരു വഴിയുമാകും. അതോടൊപ്പം അനേക ഇടങ്ങളിൽ പോയി പുസ്തക കച്ചവടം നടത്തുവാനും ബൈബിൾ കച്ചവടം നടത്തുവാനും ബൈൻഡിങ്ങിനുള്ള പുസ്തകങ്ങൾ പഴയത് ലഭിക്കുവാനും സാധിക്കും. അതോടൊപ്പം കൺവെൻഷൻ സ്ഥലങ്ങളിലെല്ലാം പോയി അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മകൾക്ക് പങ്കുചേരുവാൻ തക്കോണം സാധിക്കും. അത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചില ആഴ്ചകൾക്കുള്ളിൽ ആ പ്രിയ പിതാവ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുകയും ഈ കട എന്റെ പിതാവിന് കൈമാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ സംഭവമാണ് പിതാവിന്റെ തലമുറയായി ഞങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായി തീർന്നത്. എന്റെ പിതാവിന്റെ ഏറ്റവും വലിയൊരു കൈമുതൽ എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്തതയായിരുന്നു. അതിന് പറ്റിയതായ ഒരു നല്ലൊരു തൊഴിലും കർത്താവ് കൊടുത്തപ്പോൾ അനേക ശ്രേഷ്ഠരായിട്ടുള്ള ദൈവദാസന്മാരുമായിട്ട് ഇടപഴകുവാനും അവരുമായിട്ടുള്ള അനേക ആത്മീയ കൂട്ടായ്മകൾ പങ്കുവയ്ക്കുവാൻ തക്കോണം ഇടയായി. പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എപ്പോഴും ഞങ്ങളോടും സാക്ഷിയിലും വാചകത്തിലും ഒക്കെ പലപ്പോഴും പറയുന്നതായ ഒരു ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. ന്യായവിരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ളത് അല്പം നല്ലത്. അന്യായമായി സമ്പാദിക്കുന്ന ധനം കുറഞ്ഞു കുറഞ്ഞു വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിതാവ് ഒരു പൈസയ്ക്ക് പോലും ജീവിതത്തിൽ വിശ്വസ്തത കാണിച്ചു എന്നുള്ളത് പിതാവുമായിട്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് അറിയാം. അങ്ങനെ അനേക ശ്രേഷ്ഠന്മാർക്ക് പിതാവുമായിട്ട് ബന്ധം വർദ്ധിക്കുവാനും അതൊക്കെ ജീവിതത്തിൽ പിതാവിന് മാത്രമല്ല ഞങ്ങൾക്കും അനുഗ്രഹമായി തീർന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിതാവിന്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു, ഒരു സ്നേഹിതനായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മഹാകവി കെ വി സൈമൺ സാറ്, അതുപോലെ തന്നെ സാധു കൊച്ചുഞ്ഞുപദേശി, ഇവരൊക്കെ കേരളക്കര കണ്ട ഏറ്റവും വിശിഷ്ട വ്യക്തികളാണ്. അതുപോലെ തന്നെ എന്റെ പിതാവിനേക്കാൾ 10 വയസ്സിന് മാത്രം എളുപ്പമുള്ള കേരളക്കര കണ്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മധുര ഗാനങ്ങൾ ക്രൈസ്തവർക്ക് സംഭാവനയായി നൽകിയ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട എം ഇ ചെറിയാൻ സാർ. ഞാൻ ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. എന്റെ പിതാവുമായിട്ടുള്ള സ്നേഹബന്ധവും എന്റെ പിതാവിനെ കുറിച്ചുള്ളതായ ബഹുമാനപ്പെട്ട സാറിന്റെ ആ ഒരു ധാരണയും മുഖാന്തരം ചുരുക്കത്തിൽ അത് ഞങ്ങൾക്ക് പോലും മക്കൾക്ക് പോലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ജോലി തേടി ബോംബെയിലേക്ക് പോയി. അന്ന് മുന്നോട്ട് കോളേജിൽ പോയി പഠിക്കാൻ തക്കമുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബോംബെയിലായിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ മൂത്ത സഹോദരങ്ങള് ഗൾഫിന്റെ പ്രദേശത്തേക്ക് പോയി. ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്കാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, പിതാവ് ബൈൻഡിങ് എന്ന തൊഴില് തുടങ്ങി വെച്ചതാണ് അനുഗ്രഹത്തിനെല്ലാം കാരണം എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാര് 2 പേര് ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ ജോലിക്കായി ഗൾഫിന്റെ പ്രദേശത്ത് കടന്നുപോയി. അന്ന് ഞാൻ ബോംബെയിൽ
10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ബോംബെയിൽ കിടന്ന് കറങ്ങാതെ എവിടെയെങ്കിലും പോയി അതിലൊരു പ്രസ്സിൽ പോയി അല്പം ബൈൻഡിങ്ങും അതുപോലെ തന്നെ പ്രിന്റിങ്ങിന്റെ എന്തെങ്കിലും ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു. അത് എൻ്റെ പിതാവിനെയും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചന്റെ ഏറ്റവും സ്നേഹിതനായിരുന്ന അന്നും ഇന്നും പ്രശസ്തനായിട്ടുള്ള ആത്മീയ കോളത്തിലെ ശ്രേഷ്ഠ വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ മകൻ അല്പമായ ബൈൻഡിംഗ് ഒക്കെ അറിയാം. ഇപ്പം നമ്മളുടെ സുവിശേഷകൻ പ്രസ്സില് മാസികയുടെ പണിക്കും ചില്ലറ ബൈൻഡിങ്ങും അവൻ ചെയ്യും. അതോടൊപ്പം ഈ പ്രിന്റിങ്ങിന്റെ ആദ്യ പാഠങ്ങള് കമ്പോസിങ്ങിന്റെ ഒക്കെ അല്പമായിട്ട് അവൻ പഠിക്കുകയും ചെയ്യാം. അതിനൊരു വഴിയൊരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനോടുള്ള ആ ധാരണയാണ്. എൻ്റെ പിതാവിന്റെ മകൻ ഒരിക്കലും ഒരു അനാത്മീയനാകത്തില്ല എന്ന പൂർണ്ണ ഉറപ്പ് സാറിനുണ്ടായിരുന്നു. എന്നെ അറിയത്തില്ല, എനിക്ക് വെറും 19 വയസ്സ് മാത്രം, എന്റെ ടീനേജ് കഴിയുന്ന പ്രായം. സാർ ഒന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ എന്റെ പിതാവിനോട് പറഞ്ഞു, മോനെ നേരെ ബോംബെ മധുരയ്ക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അതെന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് പറയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ബഹുമാനപ്പെട്ട സാറിന്റെ സുവിശേഷകൻ പ്രസ്സിൽ ഒരു തൊഴിലിനോടൊപ്പം അല്പമായ ആദ്യ പാഠങ്ങൾ പ്രിന്റിങ്ങിന്റെ പഠിക്കുവാനും, അത് മാത്രമല്ല അവിടെ തന്നെ ഒരു തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചില പണിയൊക്കെ പഠിക്കാൻ വന്ന ഒരാളായിട്ടല്ല എന്നെ കണ്ടത്. ഒരു സ്വന്തം മകന്റെ സ്ഥാനമായിരുന്നു. ആദ്യം മധുരയ്ക്ക് പോകാൻ എന്റെ പിതാവ് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, അപ്പൊ ഞാൻ എവിടെ ആയിരിക്കും ഞാൻ താമസിക്കുന്നത്? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എവിടെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ പിതാവോ ഞാനോ അതിശയിക്കുമാറ് ഞാൻ മധുരയിൽ ചെന്നപ്പോൾ സാറിന്റെ മകൻ ടോമിയാണെന്ന് എനിക്ക് തോന്നുന്നു വന്ന് എന്നെ റിസീവ് ചെയ്ത് സാറിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. ഞാൻ മധുരയിൽ നിന്ന് വിടുന്ന കാലം വരെയും ബഹുമാനപ്പെട്ട സാറിന്റെ ഭവനത്തിൽ ഒരു സ്വന്തം മകന്റെ സ്ഥാനത്ത് അവിടെ താമസിക്കുവാൻ കൊണ്ടവിടെയായി. സാറിന്റെ മക്കളോടൊപ്പം സാറിനോടൊപ്പം അമ്മച്ചിയോടൊപ്പം എല്ലാം ഒരുമിച്ച് ഒരു മേശയെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുവാനും, അഥവാ ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാറോടുള്ളപ്പം തിരക്കും, ജോയ് എന്തി അപ്പം തിരക്ക് തന്നെ. ഞാൻ അവിടെ ഉള്ളപ്പോൾ എന്നെ വിളിച്ച് അടുക്കലിരുത്തി ഇടത്ത് കൈന്റെ തോളിലോട്ട് ഇട്ടിട്ട് വളരെ സ്വന്തം മകനോട് കാണിക്കുന്ന ഒരു സ്നേഹാദ്രവ് ഞാൻ അനുഭവിച്ചുവെന്ന് ഞാൻ വളരെ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അനേക വിശിഷ്ട വ്യക്തികളുണ്ട്. അതിൽ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠരെന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതായ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ഒരു ശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ. അദ്ദേഹം ജീവിതത്തിൽ ഒരു റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സാറിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങളെല്ലാം. അനേക സാഹചര്യങ്ങളിൽ കൂടെ താൻ കടന്നുപോയി. ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം, ആരംഭകാലത്ത് പ്രശ്നങ്ങളുടെ കാലഘട്ടം, അങ്ങനെയൊക്കെ അദ്ദേഹം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചില പ്രസംഗങ്ങളിൽ. ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തുലിയിൽ കൂടെ വെളിയിൽ വന്ന അനേക ഗാനങ്ങളുമുണ്ടല്ലോ. ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാറിന്റെ മക്കളോടൊത്ത് അവിടുത്തെ ഒരു മകനെ പോലെ ഏതാണ്ട് ഒരു വർഷക്കാലം 1975 എന്റെ കാലഘട്ടത്തിൽ അവിടെ ജീവിപ്പാന്റെ ഗുണം സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ഗൾഫിന്റെ പ്രദേശത്തേക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. യഹോവയുടെ ദൈവം എന്ന് നിൽക്കുന്ന എന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും എന്ന ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ പിതാവ് നീതിയോടെ ജീവിച്ചതിൻ്റെതായ നന്മകളൊക്കെ എന്റെ പിതാവ് അനുഭവിച്ചു. മക്കളുടെ നന്മ കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ ദൈവം അവസരം കൊടുത്തു. മക്കളും മക്കളെയും മക്കളുടെ മക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയും വരെ കാണുവാൻ തക്കോളം കർത്താവ് സഹായിച്ചു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ എന്റെ പിതാവിന് അത് ജീവിതത്തിൽ നേരിൽ കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ സഹായിച്ചു. 1991 പിതാവിനെ ഗൾഫിന്റെ പ്രദേശത്ത് കൊണ്ടുപോകാൻ തക്കോണവും മക്കളുടെ നന്മകളൊക്കെ ഞങ്ങൾക്ക് അവിടെ ലഭിച്ച നന്മകളൊക്കെ അവിടെ വന്ന് കാണുവാനും എല്ലാം ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. ഇതുവരെയും ഞാൻ എന്റെ പിതാവിനെ കുറിച്ചുള്ള അല്പമായ കാര്യങ്ങളാണല്ലോ നിങ്ങളോട്
പങ്കുവച്ചത്. എന്നാൽ എൻ്റെ പിതാവ് സ്നാനപ്പെടുന്നതിന് മുമ്പാണ് വിവാഹിതനായത്. എൻ്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. സ്നാനപ്പെടുന്നതിന് മുൻപ് വിവാഹിതനായതുകൊണ്ട് അക്കാലത്ത് മർത്തോമാ കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. എൻ്റെ അമ്മയുടെ ഭവനം എന്ന് പറയുന്ന 20 പേരുള്ളിൽ മൂത്തേടത്ത് കുടുംബത്തിൽ പുന്നശ്ശേരിപ്പറമ്പിൽ ഭവനത്തിൽ ആണ് എൻ്റെ അമ്മ ജനിച്ചത്. അവിടെ നിന്നാണ് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ച് കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ അപ്പച്ചൻ പെന്തക്കോസ്ത് കൂട്ടായ്മയോട് ചേർന്നത് മുതൽ എൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ അമ്മയ്ക്ക് ആത്മീയമായ കാര്യങ്ങളിൽ നിൽപ്പാൻ തക്കോണം ഇടയായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പിൽക്കാലത്ത് അങ്ങനെയാണ് ലഭിക്കുന്നത്. എൻ്റെ അമ്മ മർത്തോമാ സമുദായത്തിൽ നിന്ന് വന്നെങ്കിലും പിതാവ് സ്നാനപ്പെട്ട് വേർപെട്ട കൂട്ടായ്മയോട് ആരാധിച്ചു തുടങ്ങിയപ്പോൾ പിതാവിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതൊക്കെ തലമുറകളുടെ ഒരു അനുഗ്രഹമായിരുന്നു. എൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മക്കൾ പറയുന്നത് മാത്രമല്ല, ഞങ്ങളുടെ ദേശവും ഞങ്ങളുടെ സഭയും എല്ലാവരും എക്കാലത്തും പറയുമായിരുന്നു, വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു മാതാവ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അത് അന്വർത്ഥമായിരുന്നു. അത് മുഖാന്തരം എൻ്റെ പിതാവിനെ വളരെയധികം ആത്മീയ കോളത്തിൽ സ്വാധീനിക്കുവാനും എൻ്റെ അമ്മയ്ക്ക് ഇടയായി. ദൈവത്തിന് സ്തോത്രം. എന്നെ ആദ്യത്തേക്കാൾ അവസാനം വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ അവസാനിക്കുവാൻ തക്കോണം സാധിച്ചു. വളരെ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും ഒരു രോഗിയായിട്ട് എൻ്റെ പിതാവ് കിടന്നിട്ടില്ല. നല്ല ആരോഗ്യവാനായിരുന്നു മരണ ദിവസം വരെയും. അവസാനം 1900 ഞാൻ ചുരുക്കട്ടെ സമയക്കുറവ് കൊണ്ട് 1999 എൻ്റെ പിതാവ് ഒക്ടോബർ മാസം 23 എൻ്റെ പിതാവ് എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ വെച്ച്, പൂവത്തിലുള്ള എൻ്റെ സഹോദരി കുഞ്ഞോൺമാമയുടെ ഭവനത്തിൽ വെച്ച് ഒരു ദിവസം രാത്രി, തലേ ദിവസം വളരെ ആരോഗ്യവാനായിരുന്നു, നല്ല ആഹാരവും കഴിച്ചിട്ട് കിടന്നു. രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റ് എൻ്റെ പെങ്ങളെ വിളിച്ചു, അമ്മാമയെ വിളിച്ചു, മോളെ അല്പം ചൂടുവെള്ളം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. പെങ്ങള് പോയി 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഗ്യാസ് കത്തിച്ചു. അല്പം 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് വന്നപ്പോൾ അപ്പച്ചൻ കട്ടിലിന്റെ ഗ്രാസിയിൽ തലവെച്ചുകൊണ്ട് ഇങ്ങനെ മയങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. അമ്മാമ്മ വന്ന് കൊട്ടിയപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പച്ചൻ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ ശാന്തമായ ശ്രേഷ്ഠമായിട്ടൊരു നല്ലൊരു അവസാനം കൂടെ എൻ്റെ പിതാവിന് കർത്താവ് കൊടുത്തു. അങ്ങനെ നല്ലൊരു ജീവിതം, അങ്ങനെ 93-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ചേർക്കപ്പെടുവാനും മക്കളുടെയൊക്കെ അനുഗ്രഹം കാണുവാനും ദേശത്തും എല്ലായിടത്തും സാക്ഷ്യത്തോടെ ജീവിപ്പാൻ തക്കോണം സാധിച്ചു. എൻ്റെ പിതാവിനെ ഓർത്ത് എക്കാലത്തും ഞാൻ അഭിമാനിക്കുന്നു. ഒരു ദിവസം നിത്യയുടെ തുറമുഖത്തെത്തി ചേരുമ്പോൾ എൻ്റെ പിതാവിനെയും അതോടൊപ്പം എൻ്റെ പിതാവിന്റെ സുഹൃത്തുക്കളെയും അനേക ദൈവമക്കളെ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞാനും ജീവിക്കുന്നു. നല്ലൊരു ഓട്ടമോടി നല്ലൊരു അന്തം പ്രാപിപ്പാൻ തക്കണം ലാക്കിലേക്ക് എത്തിച്ചേരുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിലെ സ്തോത്രം. ജോയെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് ആ കർത്താവിന് വേണ്ടി ശോഭിച്ച ആ ദേവദാസന്റെ ജീവിതത്തെ കുറിച്ച് കേട്ടപ്പോൾ. നമ്മുടെ ജീവിതത്തിലും അവരുടെയൊക്കെ ജീവിതം മാതൃകയാക്കുവാൻ പറ്റിയ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രിയ പിതാവിന്റെ ഗാനങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടല്ലോ. ക്രൈസ്തവ കൈരളി എന്നെന്നും പാടി ആനന്ദിക്കുകയും ആരാധിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഗാനമാണല്ലോ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ഗാനം ആലപിക്കാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. ആ ഗാനത്തിന്റെ വരികളിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാല് നമുക്ക് ആ വരികളിൽ നിന്ന് വളരെ ആശ്വാസം നൽകുന്ന വിലപ്പെട്ട മുത്തുകൾ ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ പാട്ടിന്റെ ഒരു ചരണത്തിൽ ഇങ്ങനെയാണ് പിതാവ് എഴുതി വെച്ചു പോയത്: കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. നമ്മുടെ ദൈവം മനസ്സലിവിന്റെ ദൈവമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാർ തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാതെ ആ മരുഭൂമിയിൽ മാറി നിൽക്കുമ്പോൾ ആ ബാലന്റെ കരച്ചിൽ കേട്ട ആ ദൈവം അവിടെ നിന്ന് അവന് ദാഹജലം കൊടുക്കുകയാണ്. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി താൻ രാപ്പകൽ മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്നയുടെ കരച്ചിൽ കണ്ട
നമ്മുടെ ദൈവം. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു നിമിഷം ആ കാൽവരി കുരിശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി തന്റെ ഏകജാതനായ കുമാരൻ കാൽവരി ക്രൂശിൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് അലറി വിളിക്കുമ്പോൾ ആ പുത്രന്റെ കരച്ചിലിന് മുഖം തിരിക്കുന്ന പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വലിയനായ ദൈവം അവിടെ മുഖം മറച്ചതല്ല, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, നിത്യജീവൻ നൽകുവാൻ തന്റെ ഓമന കുമാരനെ പാപികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു പിതാവ് അവിടെ ചെയ്തത്. ഈ പ്രിയ വാത്സല്യ കർത്തദാസൻ തന്റെ ഗാനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചൊരു രക്ഷകന് സ്തോത്രം. എത്രയോ മനോഹരമായ ഒരു ഗാനം അല്ലെ? ജോലികൾ, എന്താണ് ഈ മനോഹരമായ ഗാനം പിതാവ് എഴുതുവാനുണ്ടായ അനുഭവം? ആ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? ഈ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് വന്നേക്കുള്ള ഗാനം, ആ ഗാനമാണ് ഏറ്റവും കൂടുതൽ പ്രചാരമായിട്ടുള്ളതായ ഗാനങ്ങൾ അപ്പച്ചൻ എഴുതിയതില്ല. അതിന് കാരണമുണ്ട്. ആ ഗാനം എഴുതുന്ന സമയത്ത് വളരെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ശരിയായ സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിലില്ലാഞ്ഞതായ കാലം. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം പൂവത്തൂർ നടയിൽ ഉണർവ് യോഗം കഴിഞ്ഞ് പിതാവ് ഭവനത്തിലേക്ക് സൈക്കിളിൽ വരികയായിരുന്നു. അന്നത്തെ കൺവെൻഷനിലെ ആ യോഗത്തിന്റെ ദൂത് തന്നെ ഞാൻ നിന്നെ നടത്തുവാൻ ശക്തനാണ് എന്നുള്ളതായ ആഴമേറിയ ഒരു ദൂത് കേട്ട് ആത്മാവിൽ സന്തോഷിച്ച് മടങ്ങി വരികയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അപ്പച്ചനോട് സംസാരിച്ചു. നിന്റെ ഭാരം എന്നിൽ വെച്ചുകൊള്ളുക, യഹോവയിൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുവാൻ ശക്തനാണ്. അതുപോലെ തന്നെ കണ്ണുനീർ താഴ്വരയിൽ കൂടി നീ നടന്നാൽ അതിനെ ജലാശയമാക്കുവാൻ ഞാൻ മതിയായവനാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ഉള്ള ആഴമേറിയ സത്യങ്ങൾ അന്ന് രാത്രികാലം ആ യോഗസ്ഥലത്ത് ദേവദാസനിൽ കൂടെ കേട്ടത് തന്റെ ജീവിതത്തിൽ വലിയ ഒരു ആത്മീയ ഒരു ഉന്മേഷത്തിന് കാരണമായി തീർന്നു. അന്ന് ഇങ്ങനെ പൂവത്തൂരിൽ നിന്നും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് ഭവനത്തിൽ വന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് തന്റെ മുറിയിൽ പോയി എഴുതുവാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വാക്കുകൾ കൊടുത്തു. ക്ഷാമകാലത്തിനെ ക്ഷേമമായി പോറ്റുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം, കണ്ണുനീർ തൂവുമ്പോൾ മനസ്സറിയുന്നതായ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ദൈവത്തിന്റെ വചനത്തിൽ കൂടെയുള്ളതായ വാക്യങ്ങൾ ഒക്കെയും ഗാനമായിട്ട് എഴുതുവാൻ തുടങ്ങി. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്നവനായ ദൈവം കണ്ണുനീർ തുള്ളികളെ ജലാശയമാക്കി മാറ്റുന്നതായ ഒരു കർത്താവുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അപ്പച്ചനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഹാഗാർ സ്വന്തം കുഞ്ഞ് പിടഞ്ഞു മരിക്കുന്നത് കാണാൻ സാധിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതായ അനുഭവങ്ങളൊക്കെ ആ സമയത്ത് സ്വർഗം ചായച്ച് ദൂതനിറങ്ങി വന്ന് ആ കണ്ണുനീരിന്റെ സ്ഥാനത്തിനെ ജലാശയമാക്കി മാറ്റിയ കഥകളൊക്കെ തന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഒരു സാഹചര്യമാണ് അന്ന് ഈ ഗാനം എഴുതുവാൻ തക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഉണർത്തിയത്. ആ ഗാനം അന്ന് രാത്രികാലം ഭവനത്തിലിരുന്ന് എഴുതുകയും ഞാൻ ആദ്യമേ ഓർപ്പിച്ചു എന്ന് തോന്നുന്നു. അതായത് പിറ്റേ ദിവസം ഈ എഴുതിയ ഗാനത്തിന്റെ ആ പേപ്പറുമായിട്ട് നേരെ പോകുന്നത് ഇടയാറുമുളയിലേക്കാണ്. ഇടയാറുമുള മഹാകവി കെ.വി. സൈമൺ സാറിന്റെ ഭവനത്തിൽ ചെന്ന് ഈ എഴുതിയ പേപ്പർ സാറിന്റെ കരങ്ങളിലോട്ട് കൊടുത്തു. സാറേ, ഞാനൊരു പാട്ട് എഴുതി. സാറ് എടുത്തു, നോക്കി, വായിച്ചു. എന്താണ് സാറ്, മഹാജ്ഞാനി മഹാപണ്ഡിതനായ കെ.വി. സൈമൺ സാർ എന്താണ് മറുപടി പറയുന്നത് എന്നിങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നപ്പോൾ സാർ ഇത് വായിച്ചിട്ട് 2-3-4 വരികൾ വായിച്ചതിന് ശേഷം പറഞ്ഞു, ദൈവം നിനക്ക് താലന്ത് തന്നിട്ടുണ്ട്, ഇനിയും ഗാനങ്ങൾ എഴുതണം, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവിടെ നിന്ന് കെ.വി. സൈമൺ സാറിന്റെ ആ വാക്ക് കേട്ട് സന്തോഷത്തോടെ മടങ്ങി വന്ന് പിറ്റേ ആഴ്ചയിൽ സഭായോഗത്തിന് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം പാടുകയായിരുന്നു. അങ്ങനെ
ആ പാട്ടിന്റെ പശ്ചാത്തലം അതാണ്. ഇന്ന് ലോകം മൊത്തം സകല സഭാവ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവരും പാടുന്ന ഗാനങ്ങളാണ്. ഒരിക്കൽ ഒരു ശ്രേഷ്ഠ ദൈവദാസൻ ഇന്ന് ജീവനോടുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കയിൽ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ ചെന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു പ്രോഗ്രാം ലഭിച്ചു, ഒരു ഇംഗ്ലീഷ് ചർച്ചില്. അവിടെ ചെന്നപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ അദ്ദേഹത്തിനോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വന്ന് വലത്ത് സൈഡിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി. ആ പാട്ട് ഇതായിരുന്നു, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏതോ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം, അദ്ദേഹം പഠിച്ചൊരു പാട്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം. അത് കേട്ട എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തെ ICPF-ന്റെ ഫൗണ്ടറായിരിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർ മാത്യു പി തോമസ്, ഞങ്ങൾ കൊച്ചു ബേബിച്ചായൻ എന്ന് വിളിക്കും, കൊച്ചു ബേബിച്ചായനായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അന്ന് വളരെയധികം മാത്യു പി തോമസ് സാറെ സന്തോഷിച്ചു. കാരണം ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഏറെ ബന്ധമുള്ള കുടുംബമാണ് കൊടിമല. എന്റെ പിതാവിനെ സ്നാനപ്പെടുത്തിയത് മാത്യു പി തോമസ് സാറിന്റെ കൊച്ചു ബേബിച്ചായന്റെ വല്യപ്പച്ചനായ, ഞാൻ പറഞ്ഞല്ലോ, പൊടിമല മത്തായി അപ്പച്ചൻ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ആ പൊടിമല മത്തായി അപ്പച്ചനാണ് പൂവത്തൂർ ഉണർവിന് ചുക്കാൻ പിടിച്ചത്. അനേക നൂറുകണക്കിന് ജനങ്ങളെ, ദൈവമക്കളെ സ്നാനപ്പെടുത്തുവാൻ തക്കോണം ആ ഭക്തന്റെ കരങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവ് ഈ ഗാനം എഴുതുവാൻ, ദൈവത്തിന് സ്തോത്രം എന്നുള്ള ഗാനം എഴുതാനുള്ള പ്രധാന പശ്ചാത്തലം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജോയെങ്കിൽ. ഈ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കുവാനായിട്ട് അവസരമുണ്ട്. ഈ ഗാനം ഇന്ന് നമുക്കായിട്ട് ആലപിക്കുന്നത് ഒരു കൊച്ചു ഗായകനാണ്. എന്നാൽ അതിനു മുമ്പ് സന്തോഷമായ ഒരു കാര്യം നിങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. ഈ ഒരു ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കർത്താവിന് വേണ്ടി എപ്രകാരം ജീവിച്ചു, അവരുടെ ജീവിതം വരും തലമുറയ്ക്ക് ഇതെല്ലാം അന്യമായി പോയേക്കാം. എന്നാൽ ഇങ്ങനെ ഒരു ആപത്ത് ഒഴിവാക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഇടയിൽ പാടുവാനായിട്ട് ദൈവം കൃപ നൽകിയ കൊച്ചു ഗായികമാരെയും ഒക്കെ ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും 2 കൊച്ചു ഗായകന്മാർ നമ്മുടെ മധ്യമുണ്ട്. അവര് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു കൊച്ചു ഗായകനാണ് പ്രിയ മകൻ അലൻ പോൾ ബേബി. കർത്താവ് തനിക്ക് നൽകിയ സ്വരം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് വിനിയോഗിക്കുന്ന ഒരു കൊച്ചു മകനാണ്. ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന മനോഹരമായ ഗാനം അലൻ പോൾ ബേബി നമുക്കായിട്ട് ആലപിക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരും, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു,
ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരി ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. പെറ്റ തൈലയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. താങ്ക് യു അലൻ മോൻ. വളരെ അനുഗ്രഹീതമായ രീതിയിൽ ഈ ഗാനം ആലപിക്കുവാൻ ദൈവം പ്രിയ കുഞ്ഞിനെ എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ധാരാളം കർത്താവിന് വേണ്ടി പാടുവാൻ, ദൈവസ്നേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം മകന് കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോയികൾ നാം അടുത്ത ഗാനത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒരു ആരാധന ഗാനമാണത്. വാഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നുള്ള മനോഹരമായ ഗാനം. ആ ഗാനത്തിൽ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ കർത്താവിനെ ആരാധിക്കാതെ കടന്നു പോകുമ്പോഴൊക്കെ ഒരു വരി എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ വരാറുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനം നിന്നെ ആദി പിതാക്കന്മാർ വാഴ്ത്തിയപ്പോൾ. കഴിഞ്ഞ കാല പിതാക്കന്മാരൊക്കെ ആരാധിച്ച ദൈവം ഇന്നും നമുക്കായിട്ട് ജീവിക്കുന്നു. എത്രയോ സന്തോഷം നൽകുന്ന ഗാനമാണ്. ആ ഗാനമൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയം സന്തോഷിക്കാറുണ്ടല്ലോ. എന്താണ് ആ മനോഹരമായ ഗാനം പ്രിയ പിതാവ് എഴുതുവാനുണ്ടായ സാഹചര്യം? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകനെ സ്തോത്രം ചെയ്യുന്നതിന്റെ വൻകൃപയ്ക്കായി എന്നുള്ളതായ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പിതാവ് ആദ്യത്തെ ഗാനമായ ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കുമുള്ള ഗാനം എഴുതി ചില വർഷങ്ങൾക്ക് ശേഷം ഒരു സഭായോഗ മധ്യത്തിലാണ് ഈ ഗാനം എഴുതുന്നത്. പിതാവ് നല്ല യൗവനത്തിൽ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു തലവേദനയായി ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം തന്നെ തേടിയെത്തത്. ആ സമയത്ത് നാട്ടുകാരുൾപ്പെടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു, ഇവന്റെ മാനസാന്തരം 3 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ 7-8 വർഷം കഴിഞ്ഞിട്ട് പുറകോട്ട് നോക്കിയപ്പോൾ അന്നൊരു ദിവസം സഭായോഗത്തിന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് തന്റെ ഹൃദയം തുളുമ്പി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വ്യാപാരം തന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. ദൈവസേനയിൽ നന്ദിയാൽ നിറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാവിൽ കൂടെ വന്ന ചില വരികൾ. നാറ്റം പിടിച്ചു ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ ഏറ്റിയ കർത്തനെ ഞാൻ വാഴ്ത്തുന്നു. നാറ്റം പിടിച്ചു ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ ഏറ്റിയ കർത്തനെ വാഴ്ത്തും ഇപ്പോൾ. തുടർന്ന് പിന്നെയും വരികൾ വന്നു. താഴ്ചയിൽ നിന്നു
പുകഴ്ച വരുത്തിയ വാഴ്ത്തപ്പെട്ടവനെ വാഴ്ത്തും ഇപ്പോൾ. ആ വരികൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന പെട്ടെന്ന് സഭായോഗ മധ്യേ ആത്മപ്രേരിതനായി ഹോളിന് പുറത്തേക്ക് പോയി ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി, വാഴ്ത്തിയിടും ഞാൻ എന്റെ രക്ഷകനെ, സ്തോത്രം ചെയ്യും തന്റെ വൻകൃപയ്ക്കായി. തുടർന്ന് പാടി, ശുദ്ധരോടൊന്നിച്ച് സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രനാക്കിയോനെ ഞാൻ വാഴ്ത്തുന്നു. അങ്ങനെ ചില വരികളൂടെ കൂട്ടിച്ചേർത്തു. അതിനുശേഷം സാക്ഷിയുടെ സമയമായപ്പോഴേക്കും പെട്ടെന്ന് ആരാധനാ ഹാളിലേക്ക് കടന്നു വന്നു. സാക്ഷിയുടെ സമയമായപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ട് എഴുന്നേറ്റു. ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രനാക്കിയോനെ വാഴ്ത്തും ഇപ്പോൾ. ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രനാക്കിയോനെ വാഴ്ത്തും ഇപ്പോൾ. നാറ്റം പിടിച്ചു ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ എറ്റിയ കർത്തനെ വാഴ്ത്തും ഇപ്പോൾ. യാതൊരു യോഗ്യതയുമില്ല എന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹം തേടി വന്ന് ദൈവത്തിന്റെ പൈതലാക്കി തീർത്തു. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന വിശ്വാസ സ്നാനമേറ്റ് ഇന്നയോളം എന്നെ ദൈവം നടത്തിയെന്നുള്ളതായ ആ ഒരു സന്തോഷത്താൽ ദൈവത്തെ ആരാധിച്ച് തുടർന്നുള്ള നാളുകളിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനമുള്ളവനായിട്ട് ജീവിതത്തിന്റെ അവസാന സമയം വരെയും ദേശത്തും സഭയിലുമെല്ലാം നല്ല സാക്ഷ്യത്തോടുകൂടി പിതാവിന് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജോയങ്കിൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനത്തിന്റെ അനുഭവവും പശ്ചാത്തലവുമാണ് നാം കേട്ടത്. ഇപ്പോൾ ഈ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കുവാനായിട്ട് സാവകാശമുണ്ട്. ഈ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നത് അനുഗ്രഹീത ഗായകനായ ബ്രദർ ലിജോ മാത്യു ജോർജ് ആണ്. ഇപ്പോൾ താൻ കാനഡയിലായിരിക്കുന്നു. അവിടെയുള്ള ക്രൈസ്തവ ശുശ്രൂഷകൾക്കൊക്കെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ് ബ്രദർ ലിജോ. ഇപ്പോൾ ഈ മനോഹരമായ ഗാനം ആലപിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസൻ പ്രിയ ലിജോ മാത്യു ജോർജിനെ ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തൻ്റെ വൻ കൃപയ്ക്കായി. വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തൻ്റെ വൻ കൃപയ്ക്കായി. ശത്രുവിൻ ശക്തികളെ ശാതെ എന്നെ ആഴ്ച മുഴുവനും കാത്തതിനാ വീഴ്ചകളെ ശാതെ സൂക്ഷിച്ചതോർത്തിന്ന് ആഴ്ച വയ്ക്കും എന്നെ നിൻ പാദത്തിൽ.
കാഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനം നിന്നെ ആദിപിതാക്കന്മാർ വാഴ്ത്തിയപ്പോൾ ഇമ്പമോടിന്നീതാ നിൻ മക്കളൊന്നിച്ചു തുമ്പമെന്നെ നിന്നെ കുമ്പിടുന്നു. വാഴ്ത്തിയിടും ഞാനെൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തൻ്റെ വൻകൃപയ്ക്കായി. വാഴ്ത്തിയിടും ഞാനെൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തൻ്റെ വൻകൃപയ്ക്കായി. താങ്ക് യു ലിജോ. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഗാനം ആലപിക്കുവാൻ. പ്രിയ മകൻ ദൈവം കൃപ നൽകി. ഇനിയും ധാരാളം ഗാനങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ആ പ്രിയ വാത്സല്യ പിതാവിന്റെ ഗാനങ്ങളൊക്കെ എത്ര കേട്ടാലും മതി വരില്ല. ഒത്തിരി ഗാനങ്ങൾ രചിക്കുവാൻ ദൈവം ആ പിതാവിന് കൃപ നൽകി. എന്നാൽ ഇവിടെ അതിൻ്റെ സമയപരിമിതി ഉണ്ടല്ലോ. നാം അവസാന ഗാനത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. ഒരു ക്രിസ്തു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമുക്കായിട്ട് വീടൊരുക്കാൻ പോയ ആ പ്രാണപ്രിയന്റെ വരവാണല്ലോ. ഓരോ ഭക്തനും ജീവിക്കുന്നത് അങ്ങനെയാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാഞ്ച എന്ന് പറയുന്നത് കാണും ഞാൻ അതിവേഗത്തിലെ പ്രിയനെ. വളരെ മനോഹരമായ ഒരു ഗാനമാണത്. ആ വാത്സല്യ പിതാവിന്റെ പ്രത്യാശ, അല്ലെങ്കിൽ താൻ എങ്ങനെ പ്രത്യാശയോട് ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഗാനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോയിങ്കിൽ എന്താണ് ഈ ഒരു പ്രത്യാശ ഗാനം എഴുതുവാനുള്ള സാഹചര്യം? മാത്രമല്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ പ്രത്യാശ ഗാനം നമുക്ക് നൽകുന്ന ദൂത് എന്താണെന്നുള്ള കാര്യം ഒന്ന് ചുരുക്കമായിട്ട് വിശദീകരിക്കാമോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹലോ ഹോപ്പ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ 190 ഈ എപ്പിസോഡിലെ ആദ്യത്തെ 2 ഗാനങ്ങൾ കർത്താവ് ജീവിതത്തിൽ ചെയ്ത ആത്മീയ ഭൗതിക നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന വരികൾ ആണെങ്കിൽ, ഈ 3ാമത്തെ ഗാനം, അതായത് കാണും ഞാൻ അതിവേഗമൻ പ്രിയനെ വാനിൽ കോടി കോടി ദൂതരുമായി, കാണും ഞാൻ അതിവേഗമൻ പ്രിയനെ എന്നുള്ളതായ ഗാനം പിതാവ് വാർദ്ധക്യത്തിൽ ആയിരിക്കുമ്പോൾ തന്റെ 80ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ഗാനമാണ്. 1986 പിതാവിന്റെ 80ാമത്തെ വയസ്സിൽ പിതാവിന്റെ ആഗ്രഹപ്രകാരം ഭവനത്തിൽ ഒരു 2 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. അന്നത്തെ പ്രധാന പ്രാസംഗികൻ അന്ന് പെന്തക്കോസ്ത് മിഷനിലെ തിരുവല്ല സെൻട്രൽ പാസ്റ്ററായിരുന്ന, അസിസ്റ്റന്റ് പാസ്റ്ററായിരുന്ന, പ്രശസ്ത സുവിശേഷ പ്രാസംഗികനായിരുന്ന പാസ്റ്റർ TV തോമസ് ആയിരുന്നു. ആ കൺവെൻഷന്റെ പ്രധാന പ്രസംഗ വിഷയം കർത്താവിന്റെ വരവും വിശുദ്ധന്മാരുടെ ഉത്പ്രാമണവുമായിരുന്നു. ആ കൺവെൻഷൻ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൂത് കേട്ട് പിതാവ് അപ്പച്ചൻ വളരെയധികം പ്രത്യാശയുള്ളവനായി തീർന്നു. കൺവെൻഷന്റെ അവസാന ദിവസങ്ങളിൽ പിതാവ് പ്രേരിതനായി ആത്മാവിൽ എഴുതുവാൻ ആരംഭിച്ച വരികളാണ്: കാണും ഞാൻ അതിവേഗമൻ പ്രിയനെ വാനിൽ കോടി കോടി ദൂതരുമായി, കാണും ഏറെ നാളായി ഈ മരുവിൽ ആവലോടെ കാത്തിരുന്ന ജീവനാഥനാകും എന്റെ യേശുനാഥനെ, കാണുമേ ഞാൻ അതിവേഗം കോടി കോടി ദൂതരുമായി, വാനുമേഘെ എഴുന്നള്ളും തേജസ്സേറുവൻ പ്രിയനെ. വാനുമേഘത്തിൽ എത്രയും വേഗം എഴുന്നള്ളുവാൻ പോകുന്ന എന്റെ തേജസ്സേറിയ എന്റെ പ്രിയന്റെ പൊന്മുഖം ഞാൻ കാണാറായി എന്നുള്ള പ്രത്യാശ പിതാവിൽ അനുദിനം വളരുവാൻ തക്കോണമിടയായി. ദൈവകൃപയാൽ വീണ്ടും അതിനുശേഷം ഏതാണ്ട് 13 വർഷം കർത്താവ് തനിക്ക് ആയുസ് നീട്ടിക്കൊടുത്തു. 93ാമത്തെ വയസ്സിലാണ് നിത്യതയിൽ പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ തന്നെ അനുദിനം ഉണർത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം.
വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ളതായ ആ വാക്യശകലം തന്നെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ സിസ്റ്റർ ഗ്ലാഡീസിന് തന്റെ ഭർത്താവിനെയും 2 പിഞ്ചോമനകളെയും ഒരു കാറിലിട്ട് വെന്ത് എരിച്ച് കൊന്ന ഘാതകരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായ പ്രധാന ഘടകമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തെന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ നാം കർത്താവിനെ ആകാശമേഘങ്ങളിൽ എതിരേൽക്കുമെന്നുള്ള ആ വചനം, എന്റെ ആദ്യ വരികൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അതെ, ഗ്ലാഡീസിന്റെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും ക്രിസ്തുവിൽ മരിച്ചു. കർത്താവിന്റെ വരവെങ്കിലാണെങ്കിൽ തന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരെക്കാട്ടിൽ ആദ്യം ഉയർത്തപ്പെടുന്നത്, കർത്താവിനോടുകൂടി ഉയർത്തപ്പെടുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. അപ്പോൾ തന്റെ ശത്രുക്കളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എനിക്കും ഉയർത്തപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുകയുള്ളൂ. എന്റെ ഭർത്താവിനെയും എന്റെ കുഞ്ഞുങ്ങളെയും മാത്രമല്ല, എനിക്ക് വേണ്ടി 33.5 വയസ്സിലെ തിരുരക്തം, ചങ്കിലെ രക്തം എനിക്ക് വേണ്ടി ഊറ്റിയ എന്റെ പ്രാണപ്രിയനെയും 1000 കോടി ദൂതന്മാരുടെ മധ്യത്തിൽ കാണാമെന്നുള്ളതായ പ്രത്യാശയാണ് ഗ്ലാഡീസിന് ആ ഘാതകരോട് ക്ഷമിപ്പാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. ഗ്ലാഡീസിനെ ലോകം വാഴ്ത്തി സ്നേഹത്തിന്റെ പര്യായമെന്നാണ് ലോകം വാഴ്ത്തിയത്. കാരണമുണ്ട്. അന്നത്തെ പത്രപ്രവർത്തകരൊക്കെയും തന്നോട് ചോദിച്ചു, എന്താണ് സഹോദരിയുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വാക്ക്, ശത്രുക്കളെ സ്നേഹിപ്പാനും അവരോട് ക്ഷമിപ്പാനുമാണ് എന്റെ കർത്താവ്, എന്റെ യേശു എന്നെ പഠിപ്പിച്ചത്. എന്നെയും കൊണ്ടത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ രാജ്യത്ത് ചെന്ന് എന്റെ കർത്താവിന്റെ മുഖം എനിക്ക് കാണുവാൻ സാധ്യമല്ല. ആ ഘാതകരോട് എന്റെ കർത്താവ് ക്ഷമിക്കട്ടെ, ഈ സത്യം അവരും തിരിച്ചറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നാണ് ബഹുമാന്യ കർത്തൃദാസി പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ ഇങ്ങനെ പാടുകയുണ്ടായി, നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുകയും ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിട, നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുകയും ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാം. നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വിലക്കെടുത്ത നമ്മളുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഏത് കഷ്ടം വന്നാലും അതിനെ താണ്ടി, അതിനെ ഓവർകം ചെയ്ത് നാം പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതായ ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ തന്റെ വരികളിൽ കുറിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഏത് കഷ്ടം വന്നാലും, എത്രമാത്രം ശത്രു നമ്മെ തകർക്കുവാൻ നോക്കിയാലും, ആ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയെല്ലാം ജയിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യാശ എപ്പോഴും ഉയരത്തിലായിരിക്കും. ആകയാൽ ദൈവം, കർത്താവ് നമ്മെ സ്നേഹിച്ചതിന് ഒത്തവണ്ണം നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഏത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, നിന്ന് വന്നാലും, പരിഹാസം വന്നാലും എല്ലാം അതിനെ ജയിപ്പാനുള്ളതായ ദൈവകൃപ നാം പ്രാപിച്ചെടുക്കണം. യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെ പാട്ടിന്റെ വരികളിൽ പിന്നീട് ഇങ്ങനെ കാണുന്നു, ശത്രുവിനെ തകർത്തിടാൻ എത്ര വട്ടം ശ്രമിച്ചിട്ടും കർത്തൃകൃപ തന്നു എന്നെ കാത്തു സൂക്ഷിച്ചു. ശത്രുവിനെ തകർത്തിടാൻ എത്ര വട്ടം ശ്രമിച്ചിട്ടും കർത്തൃകൃപ തന്നു എന്നെ കാത്തു സൂക്ഷിച്ചു.
പുതുശക്തിയോടെ ജീവിച്ചിടാൻ ഇത്രത്തോളം കൃപ ചെയ്ത കർത്തനാമൻ യേശുവിനെ നിത്യകാലം വണങ്ങും ഞാൻ. കാണും ഞാൻ അതിവേഗമൻ പ്രിയനെ, വാനിൽ കോടി കോടി ദൂതരുമായി കാണും ഞാൻ അതിവേഗമൻ പ്രിയനെ. പ്രത്യാശയാൽ നിറഞ്ഞവനായി അതിനുശേഷമുള്ള ചില വരികളിലൂടെ എഴുതി ആ ഗാനം പൂർത്തീകരിച്ചു. ഈ ഗാനത്തിന്റെ വരികളിലെല്ലാം നാം കാണുന്നത് ഒരു വശത്ത് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനോടുള്ള അമീത സ്നേഹമാണ്. ആ ശൂലയംകാരത്തി തന്റെ പ്രാണപ്രിയനായ ഇടയ ചെറുക്കന് വേണ്ടി കാത്തിരിക്കുന്നതായ ആ ഒരു അവസ്ഥ, മണവാട്ടി മണവാളന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു അവസ്ഥ. അതുകൂടാതെ നാം പ്രാപിപ്പാൻ പോകുന്ന ഒരു ഭക്തൻ പ്രാപിപ്പാൻ പോകുന്ന ആ പ്രത്യാശ, ഈ ലോകത്തിലെ അല്പകാലം കഴിഞ്ഞ് ആവി പോലെ നിഴൽ പോലെ ഉള്ളതായ ഈ ലോകത്തിലെ വഴിയമ്പലവാസം കഴിഞ്ഞ് നാം നിത്യകാലമായിട്ട് കർത്താവിനോടും 1000 കോടി വിശുദ്ധന്മാരോടൊത്ത്, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരോടൊത്ത് വാഴുന്നതായ ഒരവസ്ഥ. അതൊക്കെ ഓർക്കുമ്പോൾ, ഭാവനയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ ദർശിക്കുമ്പോൾ സന്തോഷത്താൽ നിറയുകയാണ്. മഹാകവി KV സൈമൺ സാർ ഒരിക്കൽ ഇങ്ങനെ പാടുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിന്റെ വരിയാണ്: 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം മോഹിക്കാവതോ. അതെവിടേക്കാണ് പോകുന്നത്? 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം മോഹിക്കാവതോ. ദൈവത്തിന് സ്തോത്രം. വേറൊരു രീതിയിലാണ് പിതാവ് ആദ്യം എഴുതിയിരിക്കുന്നത്. 1000 ഏറെ നാളായി ഈ മരുവിൽ ആവലോടെ കാത്തിരുന്ന ജീവനാഥനാകുമെന്റെ യേശുനാഥനെ അതിവേഗം കോടി കോടി ദൂതരുമായി കാണുമെന്നാണ്. കോടി കോടി ദൂതരുമായി 1000 കോടി ബാലഗോളങ്ങളെ താണ്ടി പോകുമെന്ന് സൈമൺ സാർ എഴുതി. എവിടേക്കാണ് പോകുന്നത്? 1000 കോടി ദൂതന്മാരെ ഒപ്പം വരുന്നതായ എന്റെ കർത്താവിനെ സ്വീകരിക്കുവാൻ, ആ കർത്താവിനോടുകൂടി യുഗായുഗം വാഴുവാൻ ദൈവത്തിന് സ്തോത്രം. ആ ഒരു പ്രത്യാശയാണ് യഥാർത്ഥ ഭക്തനിൽ ഉരുവിടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. കർത്താവ് സ്വന്തം മക്കളായി നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ ആരെ വിശ്വസിച്ചു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി അന്ത്യം വരെയും കാക്കുവാൻ ശക്തനെന്നാണ്. ഞാൻ ആരെ വിശ്വസിച്ചു എന്നറിയുന്നു. ഞാൻ സാധാരണക്കാരനെയല്ല വിശ്വസിച്ചത്, വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനെയല്ല വിശ്വസിച്ചത്. സ്വന്തം മകനായിട്ട് മകളായിട്ട് എന്നെ സ്വീകരിച്ചിട്ട് തള്ളിപ്പറയുന്ന കർത്താവല്ല. എന്റെ കർത്താവ് എന്നുള്ള ഉറപ്പ് വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നു. അതാണ് പറയുന്നത്: ഞാൻ ആരെയാണ് വിശ്വസിച്ചതെന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി അന്ത്യം വരെയും കാക്കുവാൻ ശക്തനാണ്. ഞാൻ അവനിൽ അർപ്പിച്ചത് ആ വിശ്വാസത്തിൽ അന്ത്യത്തോളം എന്നെ നിലനിർത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് പറയുന്നത്: ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്. ഞാൻ ആരെ വിശ്വസിച്ചു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഐ ഹാവ് പെർസ്യൂഡഡ് ദാറ്റ് ഹി ഈസ് ഏബിൾ ടു കീപ് ദാറ്റ് which I have committed unto him. ഞാൻ അവനാൽ അർപ്പിച്ചത് അന്ത്യത്തോളം കാക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മുടെ കർത്താവ് വേഗം വരും തന്റെ മക്കളെ ചേർക്കുവാൻ. ആ ഒരു നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ നിത്യ യുഗായുഗമായി അനന്ത നിത്യതയിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് വാഴണം. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണമാണ് നമ്മൾക്ക് അവിടെ പ്രതിഫലം തരുന്നത്. ന്യായമായ പ്രതിഫലം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിത്യതയിൽ ചെല്ലും. പക്ഷെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു: there are so many mansions in my father's place. എന്റെ പിതാവിന്റെ അടുത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ
ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണം. അതാണ് ഇതിന്റെ ശരിയായ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. ശിക്ഷാവിധി വേറെ, ന്യായവിധി വേറെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിത്യതയിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ന്യായമായ വിധി കൊടുക്കും, ന്യായമായ പ്രതിഫലം കൊടുക്കും. നമ്മളുടെ പ്രതിഫലം ഏറെ കിട്ടണമെങ്കിൽ നാം ഇവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ടോക്കൺ തരും. നമ്മളുടെ ടോക്കൺ വെന്തുപോയാൽ പ്രതിഫലമില്ല. അല്ല എങ്കിൽ നമ്മുടെ പ്രവൃത്തികളുണ്ട്, പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മെ സ്നേഹിച്ച കർത്താവിനെ ആഴമായി നമുക്ക് സ്നേഹിക്കാം. കർത്താവിന്റെ രാജ്യത്ത് നമുക്ക് വാഴാം. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ മറക്കാം. ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ, അല്പകാലത്തെ കഷ്ടങ്ങളിൽ നിന്നും സാരമില്ല എന്ന് എണ്ണാം. നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് വാഴുവാൻ തക്കണം. ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, ഈ കർത്താവിനെ ഏറ്റെടുക്കാം, കർത്താവിനെ ഉള്ളം കൊണ്ട് കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാം. ഹലോ ഹോപ്പ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇവിടെ 190-ാമത്തെ ഈ എപ്പിസോഡിൽ എൻ്റെ പിതാവിൻ്റെ ഗാനങ്ങൾ ചേർക്കുവാനും അത് മുഖാന്തരം അനേകായിരം ദൈവമക്കൾ എൻ്റെ പിതാവിനെ ഒരിക്കൽ കൂടെ സ്മരിക്കപ്പെടുവാൻ തക്കണം അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന, അതോടൊപ്പം എനിക്കും നിങ്ങളോടൊപ്പം ഭാഗവാക്കായി തീരുവാൻ തക്കണം ലഭിച്ച ഈ നല്ല അവസരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനവസരം ഒരുക്കിയ പ്രിയ ജേസൺ ജേക്കബ് ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനിയും അനേകം എപ്പിസോഡുകൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ ഹലോ ഹോപ്പിന്റെ തുടരുവാൻ തക്കോണം ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രിയരെ, നമ്മളുടെ കർത്താവ് വേഗം വരും. ആ ഗാനത്തിൽ ഭക്തൻ എഴുതിയിരിക്കുന്നത് പോലെ കാണുന്ന അതിവേഗം നമ്മളുടെ പ്രിയനെ വാനിൽ കോടി കോടി ദൂതരുമായി കാണും. ഏറെ നാളായി ഈ മരുവിൽ ആവലോടെ കാത്തിരുന്ന ജീവനാഥനെ കാണും. എന്റെ യേശുനാഥനെ നാം കാണും. ആ കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവിനോടൊപ്പം നമ്മൾക്കും ചേരുവാൻ, ആ നിത്യത നമുക്കും പോകുവാൻ തക്കണം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജോയങ്കിൾ. ഈ മനോഹരമായ ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കുവാനുള്ള ഒരു അവസരമുണ്ട്. ഈ ഗാനവും ആലപിക്കുന്നത് നമുക്ക് വേണ്ടിയിരുന്ന ഒരു കൊച്ചു ഗായകനാണ്. കളമശ്ശേരിയിലുള്ള ജേക്കബ് എസ് തോമസ് എന്ന ഒരു കൊച്ചു ഗായകനാണ്. കർത്താവിന് വേണ്ടി കർത്തൃ ശുശ്രൂഷയിൽ അനവധി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു കൊച്ചുമകനാണ് പ്രിയ ജേക്കബ്. പ്രിയ മകനെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. കോടി ദൂതരുമായി കാണും ഞാൻ അതിവേഗമെൻ പ്രിയനേ. കാത്തിരുന്നൻ ജീവനാഥനാകുമെന്റെ യേശുനാഥനെ. ഏറെ നാളായി മരുവിൽ ആവലോടെ കാത്തിരുന്നൻ ജീവനാഥനാകുമെന്റെ യേശുനാഥനെ. കാണുമേ ഞാൻ അതിവേഗം കോടി കോടി ദൂതരുമായി വാനമേ കേഴുന്നല്ലോ തേജ
ചേരുമെൻ പ്രിയനെ കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. വാനിൽ കോടി കോടി ദൂതരുമായി കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. വാണിടുവാൻ അതിവേഗം 1000 ദൂതസേനയുമായി. 1000 ഉലകിൽ വാണിടുവാൻ അതിവേഗം 1000 ദൂതസേനയുമായി. പൂർണ്ണമില്ല മണവാട്ടിയോടുകൂടി വാണിടുവാൻ താമസമെന്നേ വരുന്ന ജീവനാഥനേശുവേ കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. വാനിൽ കോടി കോടി ദൂതരുമായി കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. തികയ്ക്കുവാൻ ഈ നരന് സാധ്യമല്ല പൊന്നുനാഥനെ. എണ്ണമില്ല നിൻ കൃപകൾ എണ്ണി എണ്ണി തികയ്ക്കുവാൻ ഈ നരന് സാധ്യമല്ല പൊന്നുനാഥനെ. കൺമണി പോലിന്നയോളം പൊന്നു തിരുമേനി എന്നെ ഉണ്മയോടെ കാത്തതിന് നന്ദിയോടെ പാടി കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. വാനിൽ കോടി കോടി ദൂതരുമായി കാണും ഞാൻ അതിവേഗമെൻ പ്രിയനെ. ഒരു മണിക്കൂറിലേറെയായി ഈ സായം സന്ധിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇന്ന് ഇവിടെ ചിന്തിച്ച അല്ലെങ്കിൽ ആ കർത്താവിന്റെ ദാസനിലൂടെ ദാസൻ നമുക്ക് വെച്ചേച്ചു പോയ മാതൃകകൾ നമുക്കും പിന്തുടരാം. മാത്രമല്ല, നാം ആദ്യം കേട്ട ഗാനത്തിൽ കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചൊരു രക്ഷകന് സ്തോത്രം. ഇന്ന് ആ രക്ഷകനായ കർത്താവിനെ കണ്ടെത്താത്ത ആരെങ്കിലും ഈ പ്രോഗ്രാം ഇന്ന് കാണുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ കാര്യം അർപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ ആ യാഗം അർപ്പിച്ച ആ ദൈവകുഞ്ഞാടിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ നായകനും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ ഇടയായെങ്കിൽ ഈ പ്രോഗ്രാം ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മാത്രമല്ല, ഈ ശുശ്രൂഷയിൽ അനവധി ദേവദാസന്മാരും ദാസിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഭരമേൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ആമുഖം നൽകിയ കർത്താവിന്റെ ദാസൻ പ്രിൻസ് ചെറിയാൻ വയനാട്, കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള അനുഗ്രഹീത ഓർമ്മകളും ഗാന പശ്ചാത്തലവും നമുക്കായിട്ട് പങ്കുവച്ച പ്രിയ ദേവദാസൻ ജോയ് ഐക്കര കുര്യനങ്ങൾ, അതുപോലെ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് കടന്നു വന്ന പ്രിയ ലിജോ മാത്യു ജോർജ്, അതുപോലെ പ്രിയ മക്കളായ അലൻ പോൾ ബേബി, ജേക്കബ് എസ് തോമസ്, ഈ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നും നമുക്ക് അടുത്ത ഒരു ഗാനവുമായി കടന്നു വരാം, അല്ലെങ്കിൽ അടുത്ത ഒരു ദേവദാസന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ജീവിതവുമായി കടന്നു വരാം. അതുവരെയും ദൈവം നമ്മെ
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ വേഗം കാണാമെന്നുള്ള വലിയ പ്രത്യാശ. ഈ മഹാമാരിയുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലും നമ്മളെ എല്ലാവരെയും ഇത്രത്തോളം ധൈര്യത്തോടെയും ബലത്തോടെയും കൂടെ വഴി നടത്തുന്നതിൻ്റെ കാരണം ആ വലിയ പ്രത്യാശയാണ്. ഈ ലോകത്തിലെ സകല കഷ്ടതകളും ദുഃഖങ്ങളും രോഗങ്ങളും മാറി നമ്മുടെ പ്രാണപ്രിയൻ്റെ കൂടെ കോടാക്കോടി ദൂതരോടൊത്ത് നിത്യകാലം വാഴുമെന്നുള്ള ആ വലിയ പ്രത്യാശ. ഇതുവരെയും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിൻ്റെ വിലയേറെ ദേവദാസനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയമകൻ ജോയങ്ങൾ നമ്മളോട് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. പ്രിയ അങ്കിളിനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയ അങ്കിളിനെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഗാനങ്ങൾ ആലപിക്കാൻ പ്രിയമകൻ അലൻ പോൾ ബേബി, പ്രിയമകൻ ജേക്കബ് എസ് തോമസ്, ബ്രദർ ലിജോ മാത്യു ജോർജ് എന്നിവരെ ദൈവം സഹായിച്ചു. ഈ ശുശ്രൂഷയുടെ പ്രസൻറ്റേഷൻ ബ്രദർ ജെയ്സൺ ജേക്കബ് വളരെ വിശദമായി തന്നെ നമ്മളെ അറിയിച്ചു. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും ഹലോ ഹോപ്പിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഹലോ ഹോപ്പിൻ്റെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് കൂടെ ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് വലിയ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഈ പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയത് മുതൽ കർത്താവെ അവസാനം വരെയും കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രിയപ്പെട്ടവരോട് സഹായിച്ചു, അവിടുന്ന് ബലപ്പെടുത്തി അതിനെ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടുവാൻ കർത്താവ് പ്രിയ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി അതിനെ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകളും കർത്താവ് ഹലോ ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് അവിടുന്ന് ഏറ്റവും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പാട്ടെഴുതിയ ദേവദാസന്മാരെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും കർത്താവെ പാട്ടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങൾക്കായിരിക്കും അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിനെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടന്തമാർന്ന് ഭരിച്ച വലിയ കൃപയ്ക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല മാനവമൊത്തം കർത്താവിൻ സ്ഥാനത്തിൽ താഴ്ത്തി പരിമേൽപ്പിക്കുകയാണ്. സർവ്വം ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ വിലയേറെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസം, കൂട്ടായ്മയും കാവലും പരിപാലനവും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ഈ പ്രോഗ്രാമിൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.